കാണുന്ന ദൃശ്യങ്ങളൊന്നും അല്ല ഇത്. മുമ്പും പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് പക്ഷെ CCTV ഒന്നും കിട്ടുന്നില്ല. ആളുകൾ അഥവാ തല്ല് കിട്ടിയാൽ അത് പോക്കറ്റിലിട്ട് വീട്ടിൽ പോയിരിക്കുക. അപ്പൊ പോലീസുമായിട്ട് കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം സഹിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പൊ പുതിയ സുപ്രീം കോടതിയുടെ വിധി വന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ, ലോക്കപ്പിലടക്കം CCTV ക്യാമറകൾ വേണം എന്ന ഉത്തരവ് വന്നു. അതനുസരിച്ച് ക്യാമറകൾ സ്ഥാപിച്ചു. അപ്പോൾ ശുചിത്വം അത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഔസപ്പും ഒക്കെ അടക്കമുള്ള പട്ടിക്കട്ടെ ഔസപ്പ് അടക്കമുള്ളവർ CCTVക്ക് വേണ്ടി എങ്ങനെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഒടുവിൽ നിലവിലുള്ള നിയമപ്രകാരം CCTV കൊടുക്കാൻ അവർ നിർബന്ധിതരായതാണ്. മനസ്സോടെ കൊടുത്തൊന്നുമല്ല, അവസാനം നിർബന്ധിതരായി CCTV ദൃശ്യങ്ങൾ, വിഷ്വൽസ് പുറത്തു വന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം CCTV സംഘടിപ്പിച്ചത് എന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കാവനംകുടി ഔസേപ്പാണ്. ഇവിടെ ലാലീസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. ഇന്നലെ ആണ് അദ്ദേഹത്തിന്റെ ഒരു പരാതിയേക്ക് ചെന്നപ്പോൾ ആ പരാതിയായിട്ട് ചെന്ന അദ്ദേഹത്തിന്റെ മാനേജരെയും ഡ്രൈവറെയും പോലീസ് ഓഫീസർ SI കാരണത്തടിക്കുന്നതും പിന്നീട് അങ്ങേരുടെ മകനെ ലോക്കപ്പിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ. അതിനു മുമ്പ് സുജിത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് കേരളം ഞെട്ടിത്തെറിച്ച് വിഷ്വലായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഔസേപ്പിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നത്. ഫലത്തിൽ കേരള പോലീസിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ചും സുജിത്തിന്റെ കാര്യത്തിൽ അയാളൊരു പ്രാദേശിക നേതാവാണ്, മാത്രമല്ല ഒരു അമ്പലത്തിലെ പൂജാരിയാണ്, പൊതുവെ സൗമ്യനായ സാത്വികനായ ഒരു ചെറുപ്പക്കാരൻ. അയാൾ പോലീസിന്റെ മെക്കെട്ട് കയറുന്നു, പോലീസിനെ ചീത്ത വിളിക്കുന്നു, അയാൾ മദ്യപിച്ച് വെള്ളം ഉണ്ടാക്കുന്നു. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു സാധാരണപ്പെട്ട പാവം ചെറുപ്പക്കാരനാണ്. അയാൾ ആകപ്പാടെ ചെയ്ത് കുറ്റവാളി ചെയ്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ആർക്കൊക്കെയോ വേണ്ടി ആരോടൊക്കെയുള്ള കലിപ്പ് തീർക്കാൻ സുജിത്തിനെ ഇത്രയും ദൂരമായി മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു മദ്യപിച്ച് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും പോലീസുകാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെയല്ല, പോലീസിന് ആരെയും കയറി ദേഹോദരം ഏൽപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ല. പോലീസിന് മൂന്നാം മുറ പ്രയോഗിക്കാൻ ഒരിക്കലും അവകാശമില്ല. പക്ഷെ നാട്ടുനടപ്പനുസരിച്ച് ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ അടി കൊടുക്കുന്നതൊക്കെ അത് അവരുടെ ഒരു അവകാശമാണെന്നുള്ള മട്ടിൽ സമൂഹം മുമ്പൊക്കെ വകവെച്ച് കൊടുത്തിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. മുമ്പ് പോലീസിന് അങ്ങനെ ഒരു അവകാശമുണ്ട്. കൈ കിട്ടുന്ന പാടെ രണ്ടെണ്ണം കൊടുക്കുക, അതുപോലെ ജയിലിലേക്ക് ഏത് നടപടി ചെന്നാലും നടയടി കൊടുക്കുക. ഇതൊക്കെ നാട്ടുനടപ്പായിട്ട് കീഴ്വഴക്കായിട്ട് ഇങ്ങനെ നമ്മൾ കരുതി പോരുകയാണ്. അപ്പൊ ഏതായാലും അതിനൊക്കെ ഒരു വിരാമം വരികയാണ്. സുജിത്തിന്റെ കാര്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ ഇത്തരം മർദ്ദന മുറകൾക്ക് അല്ലെങ്കിൽ ഈ മൂന്നാം മുറയ്ക്കെതിരെയുള്ള ഒരു എക്കാലത്തേക്കുള്ള ഒരു താക്കീതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി പോലീസ് എവിടെ ഇട്ടടിച്ചാലും, ലോക്കപ്പിലിട്ട് അടിച്ചാലും, ലോക്കപ്പിന് പുറത്തടിച്ചാലും, പോലീസ് സ്റ്റേഷനിൽ എവിടെ ഇട്ടടിച്ചാലും അത് CCTV വിഷ്വൽസിലൂടെ പുറത്തു വരുന്നു, പരാതിയാവുന്നു. ആ CCTV കൊടുക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ലാതെ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് ഒരു അവസാനമാകാൻ സുജിത്തിന്റെ മർദ്ദനം ഒരു കാരണമായെങ്കിൽ ആ ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ ആ നിയമ പോരാട്ടത്തിന് വേണ്ടിയുള്ള ആ ഒരു കരുത്തിന്, എത്രയോ വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരുന്ന വർഗീസിനെ പോലുള്ള ആളുകളും ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ഫോഴ്സിൽ ഒരു വലിയ വിഭാഗം ക്രിമിനൽസ് ഇപ്പോഴും ഉണ്ട്. രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ എതിരെ കർശന നടപടി എടുക്കുക തന്നെ വേണം. അല്ലാതെ ഇതിനൊന്നും ഒരു വിരാമം ഉണ്ടാവില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും വലിയ ശക്തമായ നടപടികൾ ആവശ്യമാണ്. സുജിത്തിന്റെ കാര്യത്തിലായാലും ശരി, ഔസേപ്പിന്റെ കാര്യത്തിലായാലും എല്ലാം തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അത്തരം നടപടികളിലൂടെ മാത്രമേ ഇത്തരം ക്രൂരമായ പോലീസ് പീഡനത്തിന് ഒരു അറുതി വരുള്ളൂ. ഒരു ന്യായം വേണ്ടേ? പോലീസ് വേട്ടപ്പട്ടികളെ പോലെ കയ്യിൽ കിട്ടുന്ന ഒരു ഇരയെ കടിച്ചു കീറുന്ന ഒരു അവസ്ഥയല്ല. ഒരു നിസ്സഹായനായ ചെറുപ്പക്കാരൻ അയാളുടെ ഉടുമുണ്ട് അഴിച്ചു വിടുന്നു. വരുന്നവർ അയാളുടെ പുറത്ത് മുട്ടുകൈ കൊണ്ടും അതുപോലെ തന്നെ ഇടിച്ച അയാൾ വീഴുമ്പോ പോലും അത് നിർത്തുന്നില്ല. സാറേ ഇനിയെ തല്ലിയ തട്ടു എന്ന് പറയാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. എന്നിട്ട് ഈ പോലീസുകാർ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിൽ ഇതെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കേസിലും, ഇപ്പൊ ഈ പട്ടിക്കടത്ത കേസിൽ ഇതെല്ലാം നേരത്തെ പോലീസിന് അറിവുള്ളതാണ്, അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആ SIക്ക് CA ആയിട്ട് പ്രൊമോഷൻ വരെ കിട്ടിയിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു നിമിത്തമാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ദ്രോഹികളെ, ഇത്തരം ക്രൂരന്മാരെ, ഇത്തരം പൈശാചിക മനസ്സുള്ളവരെ, സാഡിസ്റ്റുകളെ പോലീസ് ഫോഴ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ഒരുപാട് നിരപരാധികള് ഇതുപോലത്തെ ഓരോ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരം മനുഷ്യരെ ഒഴിവാക്കുക. പോലീസിനെ കുറിച്ച് നേരത്തെ ശ്രീ രാജ്മോഹൻ പറഞ്ഞു ഞാൻ കേട്ടു. കേരള പോലീസുകാരൻ ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്. പക്ഷെ ഒരു 10% ഇത്തരത്തിലുള്ള അസമന്മാര്, ക്രൂരന്മാര്, പിശാചിന്റെ മനസ്സുള്ള ആളുകൾ ഉണ്ടായാൽ മതി ഒരു ഫോഴ്സ് നാണം കിടാൻ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾക്ക് ഇത് ഭാവിയിലേക്ക് ഒരു താക്കീതാവട്ടെ എന്നുള്ളതാണ് ഈ കേസിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ബാക്കി ശിക്ഷയൊക്കെ അവർ സർവീസിലിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് കേരളം പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഒരു ഭയം പോലീസിന്. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കയറി എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല, ചോദിക്കാമെന്നാൽ ബാക്കി കാര്യം ഞങ്ങൾക്ക് അറിയാം എന്ന മട്ടായിരുന്നു.
ഇനിയിപ്പോ അതും നടക്കില്ല. എല്ലാ കാര്യങ്ങളും സുതാര്യമാകുന്നു, എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നു. പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള ദാർഢ്യത്തിന് വിരാമമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.